ഹലോ ഫ്രണ്ട്സ്, ഒരു അടിപൊളി മാങ്ങഞ്ചി അച്ചാറൊന്ന് തയ്യാറാക്കിയാലോ. ഇതിനു വേണ്ടി 300 ഗ്രാം മാങ്ങഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാങ്ങഞ്ചി തൊലി കളഞ്ഞ് ചെറു കഷ്ണങ്ങളായി മുറിച്ച് മാറ്റുക. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ആവശ്യമുണ്ട്. ഇതിനായി ഒരു പാത്രത്തിൽ അല്പം ഉലുവ ചെറു ചൂട്ടിൽ വറുത്ത് പൊടിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവ ചെറു കഷ്ണങ്ങളായി അരിഞ്ഞ് ചേർക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നേരത്തെ പൊടിച്ചു വെച്ച ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ, ചെറിയൊരു പെരുങ്കായം എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ഗ്ലാസ് വിനാഗിരി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1.5 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിള വന്നതിന് ശേഷം 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ചേർത്താൽ ചിനഞ്ഞ മാങ്ങയുടെ ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങ ഇഞ്ചി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മാങ്ങ ഇഞ്ചി അഥവാ ഇഞ്ചി മാങ്ങ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഉദരരോഗങ്ങൾ, വിശപ്പില്ലായ്മ, പ്രതിരോധശേഷി കുറവ്, മലബന്ധം, വിരശല്യം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടെ പല രോഗങ്ങൾക്കും മാങ്ങ ഇഞ്ചി ഔഷധ ഗുണമാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. മാങ്ങ ഇഞ്ചി നല്ലപോലെ വേകേണ്ട ആവശ്യമില്ല. ഇനി ഇത് തണുത്തതിന് ശേഷം ഭരണിയിലോ ചില്ലുകുപ്പിയിലോ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രുചികരമായ മാങ്ങഞ്ചി അച്ചാർ തയ്യാർ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.